ഈജിപ്തുകാർ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹം നുണയനാണ് എന്ന് പറയാറുണ്ടായിരുന്നു എന്ന നിലയിൽ തന്റെ നാവിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടി എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന ഒന്നാമത്തെ വ്യക്തിയായ അഹ്മദ് ബിൻ ഈസയെപ്പറ്റി ഹദീസ് പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടാണ് നാം ഇവിടെ കേട്ടത്. ഈ ഹദീസിന്റെ പരമ്പരയിൽ വരുന്നത് മറ്റൊരാൾ അബൂ സഖറാണ്. അബൂ സഖറിനെ പറ്റി തഹ്ദീബുൽ കമാലിൽ തന്നെ രേഖപ്പെടുത്തുന്നത് കാണുക. ഖാല അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ സുഇല അബി അൻ അബി സഖർ, അബൂ സഖറിനെ പറ്റി ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മകനായ അബ്ദുള്ള പറയുകയാണ്. ഫഖാല ലൈസ ബിഹി ബഅസ്, അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്നാണ് എന്റെ പിതാവ് പറഞ്ഞത്. വീണ്ടും തുടരുന്നു. വഖാല ഉസ്മാൻ ബിൻ സഈദ് അദ്ദാരിമി സഅൽതു യഹ്യ ബിൻ മഈൻ അൻ ഹുമൈദ് അൽ ഖറാത്ത്, ഹുമൈദ് ബിൻ സിയാദ് അൽ ഖറാത്ത് എന്നാണ് അബൂ സഖറിന്റെ ശരിയായ പേര്. അദ്ദേഹത്തെക്കുറിച്ച് യഹ്യ ബിൻ മഈനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സിഖ ലൈസ ബിഹി ബഅസ്, കുഴപ്പമില്ല, വിശ്വസ്തനായ ആളാണ് എന്നാണ്. എന്നാൽ വീണ്ടും നോക്കൂ. വഖാല ഇസ്ഹാഖ് ബിൻ മൻസൂർ അൻ യഹ്യ ബിൻ മഈൻ അബൂ സഖർ ഹുമൈദ് ബിൻ സിയാദ് ലഈഫുൻ, അദ്ദേഹം ദുർബലനാണ് എന്ന അഭിപ്രായം യഹ്യ ബിൻ മഈൻ തന്നെ രേഖപ്പെടുത്തുന്നു. വഖാല അഹ്മദ് ബിൻ സഅദ് ബിൻ അബി മറിയം അൻ യഹ്യ ബിൻ മഈൻ അബൂ സഖർ ഹുമൈദ് ബിൻ സിയാദ് അൽ ഖറാത്ത് ലഈഫുൽ ഹദീസ്, യഹ്യ ബിൻ മഈൻ ഈ അബൂ സഖർ ദുർബലനാണ് എന്ന് രേഖപ്പെടുത്തിയതായി അഹ്മദ് ബിൻ സഅദ് ബിൻ അബി മറിയം രേഖപ്പെടുത്തുന്നുണ്ട്. വഖാല നസായി, ഇമാം നസായി രേഖപ്പെടുത്തുന്നു ഹുമൈദ് ബിൻ സഖർ ലഈഫുൻ, ഹുമൈദ് ബിൻ സഖർ ദുർബലനാണ് എന്ന്. അതേപോലെ തന്നെ ഇമാം ഉഖൈലി തന്റെ അൽ-ളുഅഫാഉൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഹുമൈദ് ബിൻ സഖറിനെ പറ്റി രേഖപ്പെടുത്തുന്നത് വായിക്കൂ. ഹദ്ദസന മുഹമ്മദ് ബിൻ ഈസ ഹദ്ദസന ഹംദാൻ ബിൻ അലി അൽ വറാഖ് ഖാല സുഇല അഹ്മദ് ബിൻ ഹംബൽ അൻ ഹുമൈദ് ബിൻ സഖർ, ഹുമൈദ് ബിൻ സഖറിനെ പറ്റി അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഫഖാല ലഈഫുൻ, ദുർബലനാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതേപോലെ തന്നെ ഇമാം ദഹബി തന്റെ മീസാനുൽ ഇഅ്തിദാലിൽ അബൂ സഖറിനെ പറ്റി രേഖപ്പെടുത്തുന്ന ഭാഗം നമുക്കിങ്ങനെ കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു ഹുമൈദ് ബിൻ സിയാദ് അബൂ സഖറുൽ മദനി അൽ ഖറാത്ത്, എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഖാല അഹ്മദ് ലൈസ ബിഹി ബഅസ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു മഈൻ ലഈഫ്, ഇബ്നു മഈൻ അദ്ദേഹത്തെപ്പറ്റി ദുർബലനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഫീ റിവായ ലൈസ ബിഹി ബഅസ്, മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം തുടരുന്നത് കാണാം. സുമ്മ ഇന്ന ഇബ്നു അദി ദക്കറ ഹുമൈദ് ബിൻ സഖർ ഫീ മൗളിഇൻ ആഖർ വലഅഫഹു, ഇബ്നു അദി അദ്ദേഹത്തെപ്പറ്റി ദുർബലനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ഇമാം ദഹബി വിശദീകരിക്കുകയാണ്. സ്വാഭാവികമായും ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, എന്നാൽ ഈ അഹ്മദ് ബിൻ ഈസയുടെയും അതേപോലെ തന്നെ അബൂ സഖറിന്റെയും ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂ സഖറിന്റെ ഹദീസുകൾ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദുർബലന്മാരുടെ ഹദീസുകൾ ഈ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുക എന്നതാണ്. തീർച്ചയായും സംവാദത്തിലും സംവാദത്തിന് ശേഷവുമൊക്കെ പൗരോഹിത്യം ഉയർത്തിവിട്ട ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഹദീസ് നിദാന ശാസ്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് വിളിച്ചു പറയുന്നത്. ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിന് എഴുതിയ മുഖവരിയുടെ തുടക്കത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. ആബ ആയിബൂന മുസ്ലിമൻ ബിരിവായതിഹി ഫീ സഹീഹിഹി അൻ ജമാഅ മിനൽ ളുഅഫാഇ വൽ മുതവസ്സിതീന അൽ വാഖിഈന ഫി തബഖത്തി الثانിയ അല്ലദീന ലൈസൂ മിൻ ശർത്തി സഹീഹ്, സഹീഹായ ഹദീസിന്റെ പരമ്പരയിൽ ഉൾപ്പെടുത്തുവാൻ പറ്റാത്ത തരത്തിലുള്ള രണ്ടാം നിരയിലുള്ള ആളുകളെ, മധ്യനിരയിലുള്ള ആളുകളെ, ദുർബലന്മാരെ തന്റെ ഹദീസിൽ റിപ്പോർട്ടർമാരായി സ്വീകരിച്ചതിനെക്കുറിച്ച് ഇമാം മുസ്ലിമിനെ ചിലരൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്. വലാ ഐബ അലൈഹി ഫീ ദാലിക, എന്നാൽ ആ കാര്യത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും ആക്ഷേപിക്കേണ്ടതില്ല. ബൽ ജവാബുഹു മിൻ ഔജുഹിൻ ദക്കറഹ ശൈഖുൽ ഇമാം അബൂ അംർ ബിൻ സലാഹ് റഹിമഹുല്ലാ, ഇതിന് വ്യത്യസ്തമായ മറുപടികൾ ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ മറുപടിയായി രേഖപ്പെടുത്തിയത് നമുക്കിങ്ങനെ വായിക്കാം. അസ്സാനി അൻ യകൂന ദാലിക വാഖിഅൻ ഫിൽ മുതാബഅതി വശവാഹിദി ലാ ഫിൽ ഉസൂൽ, അത്തരം പരമ്പരകൾ
ദുർബലന്മാർ വന്നിരിക്കുന്ന പരമ്പരകൾ മുതാബഅത്തായ ശവാഹിദായ അഥവാ ഒരു ഹദീസിന് ഉപോത്ഫലകമായി സാക്ഷ്യമായി ഉദ്ധരിച്ച ഹദീസുകളിലായിരിക്കാം വന്നിരിക്കുന്നത്, ലാഫിൽ ഉസൂലി അടിസ്ഥാന ഹദീസുകളിലല്ല. വദാലിക ബിഅൻ യദ്കുറൽ ഹദീസ അവ്വലൻ, എങ്ങനെയാണത്? ഒരു ഹദീസ് ഒന്നാമതായി ഉദ്ധരിക്കുന്നു, ബിഇസ്നാദിൻ നളീഫിൻ റിജാലുഹു സിഖാത്ത്, ശുദ്ധമായ പരമ്പരയോടുകൂടി വിശ്വസ്തരായ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, വയജാലുഹു അസ്ലൻ, ആ ഹദീസാണ് അടിസ്ഥാന ഹദീസായി സ്വീകരിക്കുന്നത്. സുമ്മ യുത്ബിഉഹു ബിഇസ്നാദിൻ ആഖർ, പിന്നീട് മറ്റ് പരമ്പരകളിലൂടെ, ഔ അസാനീദ, മറ്റ് പരമ്പരകളിലൂടെ അതിന് ഉപോത്ബലകമായ ഹദീസുകൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ഫീഹാ ബഅ്ദുൽ ദുഅഫാഇ അലാ വജ്ഹി തഅ്കീദി ബിൽ മുതാബഅ, അതിൽ ചിലപ്പോൾ ദുർബലന്മാരായ ആളുകൾ കടന്നു വന്നിരിക്കാം എന്നാണ് ഇതിനുള്ള ന്യായമായി ഇമാം നവവി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അഥവാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുതാബഅത്തിന് വേണ്ടി, ശവാഹിദിനു വേണ്ടി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ദുർബലന്മാർ കടന്നു വരുന്നത് കുഴപ്പമില്ല എന്നും, മറിച്ച് അടിസ്ഥാന ഹദീസുകളിലാണ് ദുർബലന്മാരില്ലെന്ന് പറഞ്ഞത് എന്നുമാണ് ഈ വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇവിടെ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ വാദം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മുജാഹിദുകൾ സമർത്ഥിച്ചത്. ഒന്ന്, നേരത്തെ വായിച്ച നിർവചനം ഈ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് തകർക്കുവാൻ പൗരോഹിത്യത്തിന് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, ഈ ഹദീസിന്റെ മുഴുവൻ ടെക്സ്റ്റും വായിക്കുവാൻ, ഹദീസ് പൂർണ്ണമായി വായിക്കുവാൻ പൗരോഹിത്യം ഒരിക്കലും തയ്യാറായിട്ടില്ല. മൂന്നാമത്തേത്, ഇതിന്റെ പരമ്പര പൗരോഹിത്യം വായിച്ചിട്ടില്ലെങ്കിലും ആ പരമ്പര 2 ആളുകൾ, അഹ്മദ് ബിൻ ഈസയും ഹുമൈദ് ബിൻ സിയാദുൽ ഖറാത്തും ദുർബലന്മാരാണ് എന്ന് പൂർവികന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യം ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ വിശദീകരിക്കപ്പെടും എന്ന് ഉച്ചയ്ക്ക് മുമ്പുള്ള അവസാന സന്ദർഭത്തിൽ മുജാഹിദ് വിഭാഗം വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായും അത്തരമൊരു വിശദീകരണവും വ്യക്തമാക്കലും തങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ തെളിവുകളും ദുർബലമാക്കുന്നതായിരിക്കും എന്ന തിരിച്ചറിവാണ് ഈ സംവാദം അലങ്കോലപ്പെടുത്താൻ പൗരോഹിത്യത്തെ പ്രേരിപ്പിച്ചത്. അതിനാൽ സത്യം സത്യമായി മനസ്സിലാക്കി അത് സ്വീകരിക്കുവാൻ, പൗരോഹിത്യത്തിന്റെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളുടെ ദുർബലത ബോധ്യപ്പെട്ട് സത്യം സ്വീകരിക്കുവാൻ നാം എല്ലാവരും തയ്യാറാവണം എന്നപേക്ഷിക്കുകയും അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.